പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമാകുന്ന ഈ ദിവസത്തിൻ്റെ പ്രത്യേക സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ മറവിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ നാം ആയിരിക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഇന്നുവരെ അനുഭവിക്കാത്ത ചില ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിക്കുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. 400 വർഷത്തെ ഒരു നിശബ്ദതയുടെ കാലഘട്ടമാണ് മലാക്കിക്ക് ശേഷം സംഭവിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഉണർവിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രയേൽ ഒരു വലിയ പരാജയത്തിലാണ്. ഇസ്രയേലിൻ്റെ പരാജയത്തിൻ്റെ കാരണം അവർ ചിലത് അപഹരിച്ചതാണ്. എന്തൊക്കെയാണ് അവർ അപഹരിച്ചത്? 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യം പറയുന്നു, ദേ വർ റോബറിങ് ഗോഡ്. ദൈവത്തിനുള്ളത് അവർ അപഹരിച്ചു. സ്തോത്രം. ദൈവാലയത്തിൽ ലഭിക്കേണ്ടതൊക്കെ അവരെന്ത് ചെയ്തു? അപഹരിച്ചു. 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ മലാക്കി പറയുകയാണ്, ദേ വർ റോബറിങ് ദംസെൽവ്സ്. അവർക്കുള്ളത് അവർ അപഹരിച്ചു. സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുക, ദേ വർ റോബറിങ്, മറ്റുള്ളവർക്കുള്ളത് അവർ അപഹരിച്ചു. അപ്പം 3 കാര്യങ്ങൾ അവർ അപഹരിച്ചിരിക്കുന്നത്. ഒന്ന് ദൈവത്തിനുള്ളത്, മറ്റൊന്ന് അവർക്കുള്ളത്, മറ്റൊന്ന് മറ്റുള്ളവർക്ക് ലഭിക്കപ്പെടേണ്ടത്. സ്തോത്രം. അങ്ങനെ അപഹരിക്കപ്പെട്ട ഒരു സമൂഹം, അപഹരിച്ച ഒരു സമൂഹം. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നു. എന്താ അവിടെ പറയുന്നത്? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. റിട്ടേൺ ടു മീ, എങ്കിലേക്ക് മടങ്ങി വാ. സ്തോത്രം. മടങ്ങി വാ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏതൊക്കെ ക്രമത്തിൽ നിന്നാണോ നിങ്ങൾ ഇറങ്ങിപ്പോയത്, നിങ്ങളെങ്കിലേക്ക് മടങ്ങി വാ. മടങ്ങി വന്നാൽ ദൈവം എന്തോ ചെയ്യുമെന്നാണ് ഈ 11-ാം വാക്യത്തിൽ പറയുന്നത്. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിക്കുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് പൂർത്തീകരിക്കപ്പെടേണ്ടത്. ഇച്ചിരൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഫലം കായ്ച്ച് അത് പൂർത്തീകരിക്കപ്പെട്ട് വരുന്നതിനൊരു സമയമുണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി അത് പുറത്തു വരുന്നതിനൊരു സമയമുണ്ട്, അല്ലേ? അത് പുറത്തു വരേണ്ട സമയത്തേക്കാൾ നേരത്തെ അത് വന്നാൽ നമ്മളതിന് പറയുന്ന ഒരു പേരുണ്ട്. എന്താ? പ്രീമച്ചർ, അല്ലേ? മുൻപേ വന്നത്. ഈ പ്രീമച്ചറായി ജനിക്കുന്നത് എപ്പോഴും എന്തുള്ളതായിരിക്കും? ആരോഗ്യ പ്രശ്നമുള്ളതായിരിക്കും, നിലനിൽക്കത്തില്ല. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ള ദൂതിത, ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു വന്നാൽ പ്രീമച്ചറായി പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ചില വാഗ്ദത്തങ്ങൾ ചാപിള്ളയാകാൻ ദൈവം സമ്മതിക്കത്തില്ല. യെസ്. ഈ മുഴുരാത്രി പ്രാർത്ഥന ഇരിക്കുന്ന നിങ്ങളോട് ഞാനൊരു ഉറപ്പ് തരാം. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴമേറിയ ഒരു മടങ്ങിവരവിന് തയ്യാറായാൽ ചാപിള്ളയായി പോകുന്ന ചില വാഗ്ദത്തങ്ങളുടെ പിൻപിലത്തെ ചില ആധിപത്യങ്ങളെ ദൈവം ശാസിക്കാൻ പോവുക. മലയാളത്തിൽ പറയുന്നത് ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കുമെന്ന, എന്നാൽ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഐ വിൽ റിബ്യൂക്ക് ദ ഡിവൗറർ. സ്തോത്രം. ഫോർ യു. നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്നവനെ ഞാൻ ശാസിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വെട്ടുക്കിളി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പറയുന്നത് ഡിവൗറർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിഴുങ്ങാൻ നിൽക്കുന്നവൻ. അങ്ങനെയാണ് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, അതിൻ്റെ അവകാശത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന ചില വൈശാചിക പദ്ധതികളെ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിനെ ശാസിക്കാൻ പോകുക. അതെന്തുവാകട്ടെ, കുടുംബമാകട്ടെ, തലമുറയാകട്ടെ, ഭാവിയാകട്ടെ, വാഗ്ദത്തമാകട്ടെ, ശത്രു വിഴുങ്ങാൻ നിൽക്കുന്നതിനെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ദൈവത്തോടൊരു വലിയ നൊമ്പരം പറയുക. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായത്തിന്റെ 34-ാം വാക്യം, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്നെ തിന്നു മുടിച്ചു കളഞ്ഞു. അവൻ എന്നെ വെറും പാത്രമാക്കി മഹാസർപ്പം പോലെ
അവൻ എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എൻ്റെ സാധുഭോജ്യങ്ങളെ കൊണ്ട് അവൻ്റെ വയറ് നിറച്ച് എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ദൈവത്തോട് പറയുക, ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം ഞങ്ങളെ വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. ഞങ്ങൾ വെറും എച്ചിൽ പാത്രങ്ങളായി മാറിയിരിക്കുക. ഞങ്ങളെ അപകരിച്ച് അവനവൻ്റെ വയറ് നിറച്ച് തിന്നു കൊടുത്ത് അവൻ മറ്റൊന്നായി മാറിയിരിക്കുക. അപ്പൊ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ നൊമ്പരം നിന്നെ വിഴുങ്ങി എന്നുള്ളതാ അല്ലേ? പക്ഷെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. 51:44 ഇരമ്യാവ് 51:34 ഓ ബാബിലോൺ ഞങ്ങളെ വിഴുങ്ങി എന്ന് ഇസ്രായേൽ ദൈവത്തോട് പറയുമ്പോ 51:44 ദൈവം പറയുക, ഞാൻ ബാബേലിൽ വെച്ച് ബേലിനെ സന്ദർശിച്ച് അവൻ വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് പുറത്തിറക്കും. ഈ മുടിരാത്രി പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ശത്രു വിഴുങ്ങി കളഞ്ഞ ചിലതിനെ ഈ രാത്രിയോഗം സമാപിക്കുന്നതിന് മുമ്പ്, ഈ രാത്രിയോഗം അവസാനിക്കുന്നതിന് മുമ്പ് ശത്രു വിഴുങ്ങിക്കളഞ്ഞതിൽ അതിന്റെ അവകാശങ്ങളെ നിന്റെ കയ്യിലേക്ക് ദൈവം മടക്കി തരുന്നത്. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ദൈവത്തെ സ്തുതിച്ചു. നഷ്ടപ്പെട്ടതെന്ന് നീ കരുതുന്ന, ശത്രു വിഴുങ്ങിയതെന്ന് കരുതുന്ന ഇന്ന് രാത്രി ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇവിടെ നിൽപ്പുണ്ട്. കർത്തൃദാസൻ ആദ്യം ദൈവാലോചന പറഞ്ഞതുപോലെ ഇത് സഭ പുറകോട്ട് പോകുന്ന ദിവസമല്ല, ഇത് സഭ മുന്നോട്ട് കുതിക്കുന്ന ദിവസമാ. ഇന്ന് രാത്രി ശത്രു നിനക്കുള്ള ചില അവകാശങ്ങളെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ, വിഴുങ്ങിക്കളഞ്ഞ ചിലതിന് സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു, ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ രാത്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവനോട് ശക്തമായി പറഞ്ഞത്, ഡിവോറിംഗ് സ്പിരിറ്റ്, വിഴുങ്ങാൻ നിൽക്കുന്ന ആധിപത്യം, വിഴുങ്ങാൻ നിൽക്കുന്ന ശക്തി നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയുടെ അവകാശത്തെ വിഴുങ്ങാൻ നിൽക്കുന്ന ചില ശക്തികള്. ഓ ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തോ പ്രിയപ്പെട്ടവരെ. ഈ രാത്രിയോഗം തീരുന്നതിന് മുമ്പ് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇവിടെ നടക്കാൻ പോവുക. നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കയില്ല. നിന്റെ അവകാശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന, നിന്റെ തലമുറയുടെ വാഗ്ദത്തത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന, നിനക്കുള്ളതിനെ വിഴുങ്ങിക്കളഞ്ഞ ഈ 3-ാം മാസത്തിൽ ഒരത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഈ 3-ാം മാസത്തിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ആരംഭിക്കുക. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ശക്തമായി പറയാം, നിനക്കുള്ളതിനെ ദൈവം നിന്റെ കൈ മടക്കി തരുന്ന ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ രാത്രി അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇവിടെ സംഭവിക്കട്ടെ. Jesus. Hallelujah. ഒരു കാര്യം ശ്രദ്ധിച്ചോണേ, ഞാൻ ചുമ്മാ ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ലിത്. ഇപ്പം 3-ാമത്തെ പ്രസംഗം ഇന്ന് പ്രസംഗിക്കുന്നത്. രാവിലെ ഇവിടെ പ്രസംഗിച്ചു, വൈകിട്ട് ഇപ്പോൾ പോയി ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു, ശ്വാസം വിടാതെ വെള്ളം പോലും കുടിക്കാതെ ഞാൻ ഓടി വരിക. സ്തോത്രം. ഒരു ബഹളം വെക്കുന്നത് സുഖമായിട്ടൊന്നും പറയല്ല, പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നത് കൊണ്ട് പറയാ. യെസ്, ഒരു ഡിവോറിംഗ് സ്പിരിറ്റ് നിപ്പുണ്ട്. വിഴുങ്ങിക്കളയുന്നതിൻ്റെ പിൻപിൽ ഒരു ആധിപത്യം നിപ്പുണ്ട്. വിഴുങ്ങിക്കളയുന്നതിൻ്റെ പിൻപിൽ ഒരു ആത്മാവ് നിപ്പുണ്ട്. ഇസ്രായേൽ അത് തന്നെയാണ് ദൈവത്തോട് പറയുന്നത്. ബാബേൽ രാജാവ് ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുക? വിഴുങ്ങിക്കളഞ്ഞിരിക്കുക. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറയുക, ശത്രു വിഴുങ്ങിയതിനെ അവന്റെ വായിൽ നിന്ന് ഞാൻ പുറത്തെടുക്കും. ആമോസ് 3 പറയുന്നത് പോലെ ആടിന്റെ കാതും കാലും സിംഹത്തിന്റെ വായിലിരിക്കുമ്പോൾ ഇടയൻ ചെന്ന് ആടിനെ വലിച്ചെടുക്കുന്നത് പോലെ ഇന്ന് രാത്രി നിന്റെ തലമുറ, നിന്റെ അവകാശങ്ങൾ ശത്രുവിന്റെ വായിക്കകത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന ചിലതിനെ സ്വർഗത്തിലെ ദൈവം തിരിച്ചു പിടിക്കുന്ന, നിന്റെ കൈലോട്ട് തിരിച്ചു തരുന്ന
ഓ ദുരവോര വൈരവോര ധീര ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചു. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ, ഇത് നിന്റെ അത്ഭുതത്തിന്റെ രാത്രിയാ. ഇത് നിനക്ക് വേണ്ടി ദൈവം ചില പ്രവർത്തികൾ. ജീസസ് യെസ്, ഹല്ലേലൂയ. യിരെമ്യാവ് 51:34 ശത്രു വിഴുങ്ങിക്കളഞ്ഞതിനെ കുറിച്ചാ ഇസ്രായേൽ നൊമ്പരപ്പെടുന്നത്. 10 വാക്യത്തിനപ്പുറത്ത് ദൈവം പറയുകയാ. യിരെമ്യാവ് 51:44 ദൈവം പറയുകയാ, ശത്രു വിഴുങ്ങിയതിനെ ഞാൻ അവൻ്റെ വായിൽ നിന്ന് പുറത്തെടുക്കും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിൻ്റെ നന്മയെ വിഴുങ്ങിക്കളയുന്ന, അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന അസൂയയുടെ വ്യാപാരം, ഒരു ശക്തമേറിയ ദൈവപ്രവൃത്തി ഈ രാത്രി നടക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പലവട്ടം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അത്രയും രാജ്യങ്ങളിൽ വിസയ്ക്ക് വേണ്ടി ചെല്ലുമ്പം റിജക്ഷൻസ് നേരിട്ട് ഒരു ദൈവാസം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു രാജ്യത്ത് തന്നെ 5-6 പ്രാവശ്യം എൻ്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയതാണ്. അതുപോലെ ഏതൊക്കെ രാജ്യത്ത് വിസ വേണോ അവിടെ എല്ലാം എൻ്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയിട്ടുണ്ട്. സ്തോത്രം. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. ദൈവം അതിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, ഈ ഒരു വർഷത്തെ എത്ര ഇടത്ത് പോകണമെന്ന് ഇപ്പോൾ തീരുമാനിച്ചേ പോകത്തുള്ളൂ. ഈ മാസങ്ങളിലൊക്കെ 3-4 ഇടത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പോകാതെ നിൽക്കുക. കാരണം അങ്ങനെ ഒരു നിയോഗം ദൈവം തരുന്ന ദിവസങ്ങളിൽ മാത്രമേ പോകത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുക. സ്തോത്രം. ദൈവം എൻ്റെ മുമ്പിൽ വഴിയെ തുറന്നപ്പം അതൊരു വലിയ പെരുവഴിയായിട്ട് തന്നെ തുറന്നു. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ആത്മാവിൽ ഒരു ദൂത് പറയുക. നിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ട ചില അവകാശങ്ങളെ, നിന്റെ തലമുറയ്ക്ക് ലഭിക്കേണ്ട ചില അവകാശങ്ങളെ, വിഴുങ്ങിക്കളഞ്ഞ ചില ആധിപത്യങ്ങളെ അവൻ്റെ വായിൽ നിന്ന് ദൈവം പുറത്തെടുക്കുന്ന, ആമോസ് 3:12 പറയുന്നത് പോലെ, ആടിന്റെ കാതും കാലും സിംഹത്തിന്റെ വായിലിരിക്കുമ്പം ഇടയൻ ചെന്നതിനെ വലിച്ചെടുക്കുന്നത് പോലെ ദൈവം പറഞ്ഞു, ഞാൻ അവൻ്റെ വായിൽ നിന്ന് അതിനെ പുറത്തെടുക്കുമെന്ന്. സത്യത്തിൽ അത് സംഭവിച്ചത് എസ്രായുടെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളില്ല. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തൻ്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങൾ കോരശ് പുറത്തെടുപ്പിച്ചു. പാർസി രാജാവായ കോരശ് ഭണ്ഡാര വിചാരകനായ മിത്രാദ് മുഖാന്തരം അവ പുറത്തേക്കെടുപ്പിച്ച് യഹൂദ പ്രഭുവായ ശേഷ്ബസറിന് അത് എണ്ണിക്കൊടുപ്പിച്ചു. ആര് പിടിച്ചുകൊണ്ട് പോയതാണെങ്കിലും ആരെടുത്തോണ്ട് പോയതാണെങ്കിലും ദൈവം അവൻ്റെ വായിൽ നിന്നത് പുറത്തെടുപ്പിച്ച്, യെസ്, ചുമ്മാതെ തരുമല്ല ബ്രദറെ, എണ്ണിത്തരും, എണ്ണിത്തരും. വിശ്വസിക്കാൻ പറ്റുമോ? അവർ കഷ്ടം അനുഭവിച്ച സംവത്സരത്തിന് ഒത്തവണ്ണം 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 സമയമാകട്ടെ, ആരോഗ്യമാകട്ടെ, ആത്മീകമാകട്ടെ, തലമുറയാകട്ടെ, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ലോ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം മടക്കി തരുമെന്ന്. ഈ വിഴുങ്ങുന്ന ആധിപത്യം ആരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. 1 പത്രോസ് 5:8 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങ വേണ്ടുവെന്ന് ഭാവിച്ച്. അപ്പം ദൈവമക്കളുടെ അവകാശങ്ങളെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു പൈശാചിക ആധിപത്യമുണ്ട്, അങ്ങനത്തെ ഒരു പൈശാചിക വ്യാപാരമുണ്ട്. അവൻ വിഴുങ്ങിയതിനെ അവൻ്റെ വായിൽ നിന്ന് ദൈവം പുറത്തെടുക്കുന്ന ഒരു രാത്രിയായത്. ഈ ഡിവോർ സ്പിരിറ്റ് വ്യാപരിക്കുമ്പോൾ വിഴുങ്ങുന്ന ഒരു ആധിപത്യത്തിൻ്റെ കീഴിലാണോ നിങ്ങളൊന്നറിയാൻ ഞാൻ ചില ദൃഷ്ടാന്തങ്ങൾ ബൈബിളിൽ നിന്ന് പറയാം. സ്തോത്രം. ശരിക്കും ഒരു പൈശാചിക ആധിപത്യം നിങ്ങളുടെ അവകാശങ്ങളെയും ശുശ്രൂഷകളെയും വിഴുങ്ങിക്കളയുന്നെങ്കിൽ അതിന് വളരെ വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങൾ ദൈവവചനം ഓർപ്പിക്കുന്നുണ്ട്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1 അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ, നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല, പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല, വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറുന്നില്ല, കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നത് പോലെ. അപ്പോൾ ഒരു ഡിവോറിങ് സ്പിരിറ്റ്, വിഴുങ്ങുന്ന ഒരു വ്യാപാരം, അതിൻ്റെ ഒരു പ്രത്യേകത ഇതാ.
എന്തോ ലൈഫിൽ കിട്ടിയാലും ഒരു മിച്ചം വരത്തില്ല, ഒരു ശേഷിപ്പില്ല. ഓട്ടസഞ്ചിക്കകത്തിട്ടാലുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ലൈഫിൽ ഒന്നിനും എന്തില്ല, ഒരു മിച്ചയില്ല, സ്തോത്രം, ഒരു ശേഷിപ്പില്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ കയറി വരുന്ന പാഴ്ചെലവുകൾ, സ്തോത്രം. ഇവിടെ അവർ അധ്വാനിക്കാതിരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വളരെ വിതച്ചിട്ടു, സ്തോത്രം. അത് സത്യ. അരേക്കറിനകത്ത് വിതച്ചേച്ച് 5 ഏക്കർ കൊയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല, അല്ലേ? അരേക്കർ വിതച്ചേച്ച് 5 ഏക്കർ കൊയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവര് എഫോർട്ട് എടുക്കുന്നില്ലെന്നല്ല, സ്തോത്രം. അവരൊത്തിരി പ്രയത്നിക്കുന്നുണ്ട്. അവരുടെ സ്വയത്തിൽ അവർ ഒത്തിരി കേന്ദ്രീകരിച്ച് വളരെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഫലകരമാകുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത്. ഈ ഒത്തിരി വിതച്ചേച്ച് ചെലവ് കൂടുതലും വരവ് കുറവാണെങ്കിൽ എന്തോ മിച്ചമായിരിക്കും. ഞാനിപ്പോൾ എക്കണോമിക്സ് നിങ്ങളെ പഠിപ്പിക്കേണ്ട രാത്രിയല്ല ഇത്. ചെലവ് കൂടുതലും വരവ് കുറവാണെങ്കിൽ കടം, അല്ലേ? സ്തോത്രം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ലൈഫിൽ നിന്ന് എന്ത് മാറുന്നില്ല? ദാരിദ്ര്യം മാറുന്നില്ല. ഒരു ഡിവോറി സ്പിരിറ്റിന്റെ അകത്ത് ഒരാൾ അകപ്പെട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് എന്തുണ്ടാകത്തില്ല? ഒരിക്കലും ശമനം ഉണ്ടാകത്തില്ല. അവിടെ നിന്ന് മേടിച്ച് അപ്പുറത്ത് കൊടുക്കുന്നു, അപ്പുറത്തൊന്ന് മേടിച്ച് ഇപ്പുറത്ത് കൊടുക്കുന്നു, ഇപ്പുറത്തൊന്ന് മേടിച്ച് അതിനപ്പുറത്ത് കൊടുക്കുന്നു. പലിശ, കടം, സ്തോത്രം. ഞാൻ പലരെയും കാണാറുണ്ട്, ഒത്തിരി വലിയ ശമ്പളം മേടിക്കുന്നെങ്കിലും ഒരു മാസം പോലും സ്വസ്ഥമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റാതെ കടം 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 കടത്തിനകത്ത് ഇങ്ങനെ അങ്ങ് മുങ്ങിത്താഴുക. സ്തോത്രം. ഇന്ന് രാത്രി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർ ആധിപത്യത്തെ ദൈവം തകർക്കുമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കടക്കാരനായിട്ട് നീ അവസാനിക്കത്തില്ല. ഈ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. അഭിഷേകം ചലിക്കുന്ന ഇടത്ത് അവസ്ഥ മാറും. ചലിക്കുന്ന അഭിഷേകത്തിന്റെ മുമ്പിൽ കടത്തിന്റെ ബന്ധനത്തിനൊരു പരിഹാരമുണ്ടാകും. ഈ കടത്തിന്റെ ഒരു പ്രത്യേകത റിലേറ്റഡ് ടു യുവർ ജനറേഷൻസ്, നിങ്ങളുടെ തലമുറകളുമായി അത് ബന്ധപ്പെടുന്നതാ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യത, കടക്കാരെന്നെ മാത്രമല്ല എൻ്റെ തലമുറയെ അടിമപ്പെടുത്താൻ പോവുക. ഇന്ന് രാത്രി കടത്തിന്റെ അടിമത്തത്തിനകത്ത് നിന്റെ തലമുറയുടെ ഭാവി ഒതുക്കി കളയത്തക്ക നിലയിൽ പോരാടുന്നവർ ആധിപത്യത്തെ കടം മാറാനായിട്ട് യാത്ര ചെയ്ത് വേറെ രാജ്യത്തെന്നത്, കടം മാറാനായിട്ട് UK പോയത്, കടം മാറാനായിട്ട് മറ്റൊരു രാജ്യത്ത് പോയി താമസിക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് മൂക്കുമുട്ട കടത്തിനകത്തല്ലേ നിൽക്കുന്നത്. ഇന്ന് രാത്രി അതിന്റെ പിൻവിലത്തെ വ്യാപാരത്തെ സ്വർഗത്തിലെ ദൈവം ശാസിക്കുമെന്ന് തന്നെയാ. ജീസസ്. ഡിവറി സ്പിരിറ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഈസിക്കൽ ടു വാട്ടർ സച്ച്. ഇനിയും ഞാൻ രണ്ടാമത്തെ പ്രത്യേകത പറയാം. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യം നമുക്കറിയാം. കൊളക്കരെ കിടക്കുന്ന മനുഷ്യൻ, ദൂതൻ ഇറങ്ങുന്നു, കുളം കലങ്ങുന്നു, ഹെൽപ്പ് ചോദിക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാം ഒരുപോലൊക്കെ തന്നെ നടക്കുന്നു. എൻ്റെ ചോദ്യം, പല നാളുകളായി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒരു പൂർത്തീകരണം, ഒരു ഫുൾഫിൽമെന്റ്, ഒരു പൂർണ്ണത ഉണ്ടോ? പറ. എല്ലാ പ്രോസസ്സുകളും നടക്കുന്നുണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും എല്ലാം ഓക്കെയാ. പക്ഷേ ഒരു പ്രോസസ്സിന്റെ ഫുൾഫിൽമെന്റ് വരുമ്പോഴത്തേന് അത് തട്ടി മാറ്റപ്പെടുക, വേറൊരുത്തൻ കയറിപ്പോന്നു. എന്താ ഇതിനെ തടയുന്നത്? സംതിങ് സ്റ്റോപ്ഡ് ഹിം. എന്തോ ഒന്ന് അവനെ തടയുന്നു. ദൂതൻ ഇറങ്ങാഞ്ഞിട്ടല്ല, കുളം കലങ്ങാഞ്ഞിട്ടല്ല, സഹായം ചോദിക്കാഞ്ഞിട്ടല്ല. 38 വർഷമായിട്ട് ഈ സൈക്കിളിനകത്ത് എന്തോ ഒന്ന് അവനെ തടയുന്നു. ഇന്ന് രാത്രി അതെന്താണേലും, അതേത് വ്യാപാരമാണേലും അതിനെ സ്വർഗത്തിലെ ദൈവം ഈ പ്രാർത്ഥനയുടെ അകത്ത് ശാസിക്കുക തന്നെ ചെയ്യും. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. നിനക്ക് വേണ്ടി ദൈവം ശക്തമേറൊരു പ്രവൃത്തി ചെയ്യുന്ന രാത്രിയായത്. യെസ്. ഗലാത്യർ 5:7 പറയുകയാ, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. മറ്റൊരു കോൺടെസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ അതിനകത്തുനിന്ന് ഒരു വാക്കെടുക്കാം. നിങ്ങളുടെ തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു, പക്ഷേ ആരോ ഒരാൾ നിങ്ങളെ തടുത്തു. ഇന്ന് രാത്രി പൂർത്തീകരണമില്ലാതെ എവിടോ ഇടംകാലിട്ട്, ഈ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അല്ലെ ഓട്ടമൊക്കെ നടത്തുമ്പോൾ പിള്ളേർ പറയാറുണ്ട് ഇടംകാലിട്ട് വീഴ്ത്തുക എന്നല്ലേ. അതുപോലെ പൂർത്തീകരണത്തിലെത്താതെ കുറെ കൊല്ലമായിട്ട് നിന്റെ കുടുംബത്തെ വീഴ്ത്തിക്കളഞ്ഞിരിക്കുന്ന ചില ആധിപത്യങ്ങളെ
തുടക്കൽ നല്ലതാ, പക്ഷെ ആരോ തടുക്കുന്നു. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. ഓ ഹല്ലേലൂയ. എനിക്കൊരു ദൈവത്തെ അറിയാം. എനിക്കറിയാവുന്ന ദൈവത്തിന്റെ പ്രത്യേകത, ഗർഭധാരത്തിങ്കൽ വരുത്തിയിട്ട് അവൻ പ്രസവം അടച്ചു കളയുന്ന ദൈവമല്ല. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ രാത്രി നീ ദൈവസന്നിധിയിൽ ഉറക്കളച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഈ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. ഹലോ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എനിക്ക് വേണ്ടി ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കണ്ട. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിച്ച് തന്നെയാണ് ഇവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടാനായിട്ട് അജിപാസ്റ്ററെ ഇവർ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങിച്ചാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട. വീട്ടിൽ ചെന്നിട്ട് ഓർക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പം കണ്ണ് തുറന്ന് ഈ ചിലരുടെ ഒരു കുഴപ്പം ഇതാ, ഒരു വാക്യം വായിച്ച് അതിൻ്റെ മേളത്തെ 10 വാക്യം വായിക്കും, താഴോട്ട് 10 വാക്യം വായിക്കും. കാര്യം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് ഇതെന്താണെന്നറിയാനുള്ള ഒരു ആവേശമാണ്. വായിക്കാറില്ലല്ലോ. അന്നേരം ഇതിപ്പം ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയാനായിട്ടുള്ള ഒരു ആവേശം. പിന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രസംഗം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഇത് കേക്ക്. സ്തോത്രം. എൻ്റെ പൊന്നച്ചാ, ഇവിടെ നിന്ന് ഉറങ്ങാനാണ് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ വയ്യായിരുന്നു. സ്തോത്രം. ഇത് ഉറക്കളച്ചിരുന്ന് കേൾക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ കണ്ണു തുറന്ന് ശ്രദ്ധയിൽ. ഈ ഡിവോറി സ്പിരിറ്റ്, വിഴുങ്ങുന്ന ആധിപത്യം, എന്താ അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ പ്രത്യേകതയാണ് 1, എല്ലാ ഓട്ടസഞ്ചി. 2, ഒന്നും പൂർത്തീകരണത്തിൽ എന്ത് ചെയ്യത്തില്ല, എത്തത്തില്ല. അച്ഛനും അമ്മമ്മയൊക്കെ ആരംഭിച്ച പ്രൊജക്റ്റുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ യൂസഫ് അലിയെക്കാട്ടി വലിയ ബിസിനസ്സുകാരാകേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ആരംഭിക്കുന്നതിനെക്കാട്ടി മുമ്പ് എന്ത് ചെയ്ത് പോവുക, പൂട്ടിപ്പോവുക. ഇന്ന് രാത്രി നിന്റെ ജീവിതം മാറുമെന്നാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് അങ്ങനെ ഒരു പ്രവൃത്തിയുണ്ട്. ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ പ്രാർത്ഥനയുടെ അകത്ത് നിങ്ങളെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട. പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവുക. അതിപ്പോൾ ആരംഭിക്കും. ഓ ദൈവത്തിന് മഹത്വം കൊടുത്തോ. അടച്ചുപൂട്ടപ്പെട്ട കല്ലറയുടെ അകത്ത്, സീല് വെച്ച കല്ലറയുടെ അകത്ത് ഒതുക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിന് ഇന്ന് രാത്രി ഒരു ശമനം വരുത്താൻ, ഒരു പരിഹാരം വരുത്താൻ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ ദൈവം ഒരു പ്രവൃത്തി ചെയ്താൽ ഈ ശത്രു വെച്ചിരിക്കുന്ന ഏത് പദ്ധതിക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് 4 നാളായതാണേലും കൊള്ളാം, നാറ്റം വമിച്ചതാണേലും കൊള്ളാം. നിന്റെ സമയത്തെ ദൈവം സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ദർശനത്തിനൊരവധി വെച്ചിരിക്കുന്നു, വാഗ്ദത്തത്തിനൊരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക്. ഞാൻ വളരെ തെറുതി പിടിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്ന് കയറിയപ്പം ഇവിടെ ഷാരോനൊക്കെ പാടുന്ന പാട്ട് ഞാൻ കേട്ടു. വാഗ്ദത്തത്തിന് സമയമാണിത്. ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. എനിക്ക് പുറത്തുള്ളവരോട് സംസാരിക്കുന്നതിൽ കൂടുതൽ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവരോട് പറയാനാ ഇഷ്ടം. സ്റ്റുഡിയോയിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ചില ദൈവമക്കള് സൗണ്ടും ഒക്കെ കുറച്ച് മറ്റു പലരും ഉറങ്ങുമ്പോൾ അർദ്ധരാത്രി അവഗണിച്ച് ദൈവവചനം കേൾക്കാൻ കൊതിയോടിരിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ കഷ്ടകാലത്തിന് ഒരാറുതി കൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ച് വിശ്വസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നത്. ജീസസ്. 4 കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഡിവോറി സ്പിരിറ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത, വിഴുങ്ങുന്ന ആധിപത്യത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത വീട്ടിലുണ്ടെങ്കിൽ അറിയാം, ഓട്ടസഞ്ചി ഈസിക്കൽ ടു ഓട്ടസഞ്ചി. രണ്ടാമത്തെ പ്രത്യേകത, ഒന്നും പൂർത്തീകരണത്തിലെത്തത്തില്ല. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകതയുണ്ട്. യോവേല് 1:14 തുള്ളൻ പച്ചപ്പുഴു വെട്ടി റിപ്പീറ്റഡ് ലോസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നിനു പുറകെ ഒന്നൊന്നായി നഷ്ടങ്ങൾ. ഇതെല്ലാം അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ ശരിക്കും
വലിയ നഷ്ടങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ റിപ്പീറ്റഡ് അത്. ഈ സ്മോൾ ലോസ്, സ്മോൾ ഡിലേ, ഈ സ്മോൾ ഡിപ്രഷൻ, ചെറിയ ചെറിയതൊക്കെയാണ്, പക്ഷേ അത് എല്ലാം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെ: ഇസ്രായേലിയർ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനിലും അമാലേക്കരും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെ. ഇതൊരു ചെയിനാ കേട്ടോ. ആദ്യം മിദ്യാനിൽ, പിന്നെ അമാലേക്കര്, പിന്നെ കിഴക്കേ ദേശക്കാരൻ. എന്താ ഈ മിദ്യാനിയുടെ പ്രത്യേകത? 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചു. മിദ്യാനിയർ ഇസ്രായേലിന്റെ നേരെ ആധിപത്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനിയുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ഒതുങ്ങിപ്പോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ മിദ്യാനിയർ എന്ന് പറഞ്ഞാൽ വിസിബിളായി നിൽക്കുന്ന ഒരു ആധിപത്യം അല്ലേ, കണ്ണിന്റെ മുമ്പിൽ. സ്തോത്രം, ഫേസ് ടു ഫേസ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു പോയി? ഗുഹയ്ക്കകത്ത് ഒതുങ്ങിപ്പോയി. ഈ ചില മരുമക്കളൊക്കെ കയറി വലിയ ജഗജില്ലികളായിട്ട് മാറുമ്പോഴത്തേന് അമ്മായിമ്മ മൂലയ്ക്ക് ഒതുങ്ങിപ്പോകുന്ന പോലെ ഇവരെന്ത് ചെയ്തെന്നറിയാവോ? ഒതുങ്ങിപ്പോയി, അങ്ങ് ഒതുക്കിക്കളഞ്ഞു. അപ്പം വിസിബിളായിട്ടുള്ള ഒരാധിപത്യമാണേത് മിദ്യാന്യര്. അപ്പൊ തന്നെ ദൈവത്തിന് സ്തോത്രം. അടുത്തതുണ്ട്. അതാരാന്നറിയാവോ? മിദ്യാന്യര് കഴിഞ്ഞ് അടുത്തത് പറയുക. ആരെക്കുറിച്ചാണ് പറയുന്നത്? അമാലേക്കര്. എന്താ ഈ അമാലേക്കരുടെ പ്രത്യേകത? ആവർത്തനം 25:18 നിങ്ങൾക്കറിയാം. ഞാൻ തന്നെ പലവട്ടം ഇവിടെ പ്രസംഗിച്ചിട്ടുള്ളതാ. ക്ഷീണിച്ചും തളർന്നും പോകുമ്പോൾ അമാലേക്കര് വന്ന് നിന്റെ പിന്നണിയിലുള്ളതിനെ അപ്പം വിസിബിൾ അല്ലത്, പുറകിൽ നിന്ന് വരുന്നതാ. ഇൻവിസിബിൾ, പുറകിൽ നിന്ന് വരുന്നതാ. അപ്പൊ മിദ്യാന്യര് മുന്നിൽ നിന്ന് വരുന്നെങ്കിൽ അമാലേക്കര് എവിടെ നിന്ന് വരുന്നു? ഉറക്കെ പറ, പുറകിൽ നിന്ന് വരുന്നു. അപ്പം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടം വിതയ്ക്കുന്ന ചില ആധിപത്യങ്ങൾ മുന്നിൽ നിന്ന് വരുന്നു, പുറകിൽ നിന്ന് വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇത് ആരെയാ കൊണ്ടുപോകുന്നത്? ബലഹീനരെ. നീ മുന്നിൽ നിൽക്കുകയാണ്, നിന്റെ തലമുറ പുറകിൽ നിൽക്കുകയാണെങ്കിൽ അതിനെ പിടിച്ചോണ്ട് പോകുന്നു. അമാലേക്കർ ആൾമാറാട്ടക്കാരാ, മന്ത്രവാദികളാ, മൃഗങ്ങളുടെ രൂപ സ്വീകരിക്കാൻ കഴിവുള്ളവരാ. അപ്പം ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ സഹായത്തോട് പുറകിൽ നിന്ന് വന്ന് ഒതുക്കിക്കൊണ്ടു പോകുന്ന ആധിപത്യമാണ് അമാലേക്ക്. ഇനി അടുത്തതാണ് കിഴക്കേ ദേശക്കാര് എന്ന് പറഞ്ഞാൽ അതാരാ? ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ന്യായാധിപന്മാർ 6-ന്റെ 5. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ വന്നേച്ച് വെട്ടിക്കിളിയുടെ കൂട്ട് വന്ന്. ഇത് തന്നെയല്ലേ ഇയ്യോബിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? 1-14 മുതൽ 19 വരെ പഠിക്കുമ്പോൾ ഒരു ദിവസം തന്നെ പലതായിട്ട് വന്നവരെന്ത് ചെയ്യുക? ആക്രമിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാ. മുന്നിൽ നിന്ന് വരുന്നതാകട്ടെ, പിന്നിൽ നിന്ന് വരുന്നതാകട്ടെ, അപ്രത്യക്ഷിതമായി ആക്രമിക്കുന്നതാകട്ടെ, അതിനോടുള്ള ബന്ധത്തിൽ എനിക്കൊരു വാക്യം നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്താ അവിടെ പറയുന്നത്? പെട്ടെന്ന് വന്ന് നാശം ഭവിക്കും. ഇന്ന് രാത്രി അതിന്റെ ആദ്യത്തെ കോണ്ടസ്റ്റ് എടുക്കേണ്ടത് എനിക്കറിയാം എന്താ അവിടുത്തെ ദൂതെന്ന്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഒറ്റ വാക്ക് നിനക്ക് കടമെടുത്ത് പറഞ്ഞു തരാം. പെട്ടെന്ന് വന്ന് നാശം ഭവിക്കും. മുന്നിൽ നിന്ന് വരുന്നതാകട്ടെ, പുറകിൽ നിന്ന് വരുന്നതാകട്ടെ, അപ്രത്യക്ഷിതമായിട്ട് വരുന്നതാകട്ടെ, ആ ആധിപത്യങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പോവുക? വിശ്വസിക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. യെസ്, ഈ കിഴക്കേ ദേശക്കാരെ കുറിച്ച് ഒരു പ്രവചനം കിടപ്പുണ്ട്. ഇരമ്യാ പ്രവചനം 49-28-29 വാക്യങ്ങൾ. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ജയിച്ചടക്കിയ കേദാരിനെയും ഹസോർ രാജ്യങ്ങളെ കുറിച്ച് അരുളപ്പാട്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ പുറപ്പെട്ട് കേദാരിൽ ചെന്ന് കിഴക്കരെ നശിപ്പിച്ചു കളയുവീൻ. അവരുടെ കൂടാരങ്ങളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവർ അപകരിക്കും. അവരുടെ തിരശീലകളെയും സകല ഉപകരണങ്ങളെയും ഒട്ടകങ്ങളെ അവർ കൊണ്ടുപോകും. സർവത്ര ഭീതി എന്ന് അവരവരോട് വിളിച്ചു പറയും. അപ്പൊ ഇന്ന് രാത്രി നിന്റെ വീടിനകത്ത് ഈ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന അന്ധകാരത്തിന്റെ ആധിപത്യത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് നശിപ്പിക്കുമെന്ന് ഉറപ്പ്. നാലാമത്തെ കാര്യം ഞാൻ പറയുന്നില്ല. അപ്പം ഒന്ന്, നിന്നെ വിഴുങ്ങിക്കളയുന്ന ഒരു ഡിവോറി സ്പിരിറ്റ് നിന്നാൽ സംഭവിക്കുന്ന 3 കാര്യം ഞാൻ പറഞ്ഞു. 1, അത് നിന്റെ ലൈഫ് ഒരു ഓട്ടസഞ്ചിയിലാക്കും. 2, ഒന്നിനും ഒരു പൂർത്തീകരണം ഉണ്ടാകത്തില്ല. 3, ദൈവത്തിന് സ്തോത്രം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചില സൈക്കിൾസിനകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകും. ഇന്ന് രാത്രി അങ്ങനെ ഒതുക്കുന്നതിനെ ദൈവം എന്ത് ചെയ്യാൻ പോവുക? ശാസിക്കാൻ പോവുക. മലാക്കി 3:11 ദൈവമക്കൾ ഉറക്കെ പറഞ്ഞാട്ട്, വെട്ടിക്കിളിയെ ഞാൻ എന്ത് ചെയ്യും? ശാസിക്കും. ഐ വിൽ റിബൂക്ക് ദ ഡിവോറർ ഫോർ യു. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വിഴുങ്ങുന്ന ആധിപത്യത്തെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യാൻ പോവുക? ഈ പ്രാർത്ഥനയിൽ എന്തോ നടക്കുമെന്ന് ചോദിച്ചാൽ, യെസ്, ഈ പ്രാർത്ഥനയിൽ എന്തോ നടക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. ഈ പ്രാർത്ഥനയുടെ ഏതോ ഒരു സമയത്ത്, അതിപ്പോഴാകാം, ഒരുപക്ഷെ വെളുപ്പിനെ 5 മണിക്കാകാം, ഏതോ ഒരു സമയത്ത് നിനക്ക് നേരെ നിൽക്കുന്ന ചില ആധിപത്യത്തെ
സ്വർഗത്തിലെ ദൈവം ശാസിക്കാൻ പോവാ. നിന്റെ സ്വാതന്ത്ര്യം, നിന്റെ വിടുതൽ. ഓ ശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചോ, അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചോ. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളൻ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന സർവശക്തനായ ദൈവം. ഓ, നിന്റെ ലൈഫിനെ ഒതുക്കുന്ന ആ സ്പിരിറ്റിനെ, അതേത് രോഗമാകട്ടെ, ആ രോഗത്തെ ദൈവം ശാസിക്കാൻ പോവുക. ആ കടഭാരത്തെ ദൈവം ശാസിക്കാൻ പോവുക. യെസ്, ഈ രാത്രി യോഗം തീരുന്നതിന് മുമ്പ് ക്യാൻസർ ഉൾപ്പെടെ നിന്റെ ശരീരത്തെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സമ്പത്തിനെ വിഴുങ്ങി കളയാൻ നിൽക്കുന്ന ചില പൈശാചിക രോഗശക്തികളെ യെസ് സ്വർഗത്തിലെ ദൈവം ശാസിക്കുക. ദൈവകൃപ ഏറ്റെടുത്തോ, ദൈവശക്തി ഏറ്റെടുത്തോ. ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്ററെ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ദൈവം തീരുമാനിച്ച രാത്രിയാ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ ദൈവം എന്നോട് പറയുന്നു, ദൈവം തുറന്ന വഴിയാ. ചെങ്കടലിലെ വഴി മനുഷ്യൻ തുറന്നതല്ല, ദൈവം തുറന്ന വഴിയാണേലും ആ വഴിയെ പിന്തുടരുന്ന ഒരു ആധിപത്യമുണ്ട്. ദൈവം തുറന്ന വഴിക്കകത്ത് പോലും ശത്രുവിന് കുറെ വരാൻ പറ്റും. പക്ഷെ ഇന്ന് രാത്രി മോശേ, നീ വഴി നീട്ടിക്കോ. സംഭവിക്കട്ടെ, ദൈവം ചലിക്കട്ടെ, അസാധാരണമായ ദൈവശക്തി ജനത്തെ തൊടട്ടെ. ഞാൻ ആ ദൈവശബ്ദത്തിന്റെ ചെവി കേൾക്കുക. വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവം. ഓ പുരാപാര ശക്തിയോടെ ദൈവത്തെ സ്തുതിക്ക്. വിശ്വസിക്കുന്നവരോ നിങ്ങൾ പറ, ചെങ്കടലിലെ വഴി ആര് തുറന്നു കൊടുത്തതാ? ദൈവം തുറന്നു കൊടുത്ത വഴിയല്ലേ? ദൈവം തുറന്നു കൊടുത്ത വഴിയായിട്ട് പോലും പിന്തുടരുന്ന ശക്തി ഇന്ന് രാത്രി നിന്നെ വിഴുങ്ങിക്കളയാ. പിന്തുടരുന്ന ചില ആധിപത്യങ്ങളെ സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായി നശിപ്പിക്കുന്ന രാത്രി. ദൈവദാസന്മാരെ, അഭിഷക്തന്മാരെ, നിന്റെ ശുശ്രൂഷയുടെ വിടുതൽ ഈ രാത്രി നടക്കുക. ശക്തമായ ദൈവപ്രവൃത്തി സംഭവിക്കട്ടെ. I will rebuke us. ദൈവശക്തി ചലിക്കട്ടെ, ദൈവശക്തി ചലിക്കട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഞാൻ പകല് നീ ഇവിടെ വന്ന് പ്രസംഗിച്ചു, നിന്റെ സമയം സെറ്റാകുമെന്ന്. നിന്റെ സമയം ശരിയാകുമെന്ന്. ആരാ പറയുന്നത് നിന്റെ സമയം ശരിയാകത്തില്ലെന്ന്? നിന്റെ സമയം ശരിയാക്കാൻ എന്റെ ദൈവം തീരുമാനിച്ചിരിക്കുക. 430 കൊല്ലമായിട്ട് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിമത്തത്തിന് ഒരവസാനം കുറിച്ച്, ഒരു വിരാമം കുറിച്ച് നിന്റെ സമയത്തെ ശരിയാക്കാൻ ദൈവം തീരുമാനിച്ചിരിക്കുമ്പോ ഇതൊരു യാത്രയുടെ തുടക്കമാ. വിഴുങ്ങിക്കളഞ്ഞ ചിലതിനെ ദൈവം ശാസിക്കുക. അവന്റെ വായിൽ നിന്ന് ദൈവം ചിലതിനെ പുറത്തെടുക്കുക. ശക്തമായ ദൈവപ്രവൃത്തി നടക്കുക. അത് സ്വീകരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്, ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്ക്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുക. യെസ്, ഹല്ലേലൂയ, ജീസസ്. എനിക്കറിയാം, രാവിലെ വന്നേച്ച് ഇവിടുന്ന് പോകാതെ ഇവിടുത്തെ താഴത്തെ പ്രയർ ചേംബറിൽ പ്രാർത്ഥന തുടരുന്ന ചില ദൈവമക്കളുണ്ട്. നീ ദിവസം 24 മണിക്കൂർ ദൈവത്തിന് കൊടുത്തത് വെറുതെ അല്ല. പിന്തുടരുന്ന ചില ആധിപത്യങ്ങളെ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എന്നേക്കുമായിട്ട് വിഴുങ്ങിക്കളയുന്ന, യെസ്, ഇന്ന് കണ്ട മിസ്രൈമിനെ നീ മേലെ കാണത്തില്ല. ദൈവപ്രവൃത്തി ദൈവം അയക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ ദൂത് മനസ്സിലായ ദൈവമക്കൾ,
എൻ്റെ അവസ്ഥയുടെ മേലൊരു മാറ്റം ഉണ്ടെന്ന് ഉറപ്പുള്ളവർ, അങ്ങനെ ഉറപ്പുള്ളവരും മാത്രം ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചു. ഇത് നിന്റെ വിടുതലിന്റെ രാത്രിയാ. അപ്പോസ്തലന്മാർ രാത്രി ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധനം അഴിഞ്ഞതുപോലെ ഇന്ന് രാത്രി നിന്റെ ബന്ധനം അഴിയുക, നിന്റെ കെട്ട് പൊട്ടുക, നിന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം കൽപ്പിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവകാശങ്ങളെ വിഴുങ്ങിക്കളയുന്ന, നന്മകളെ വിഴുങ്ങിക്കളയുന്ന ചില ആധിപത്യങ്ങളെ ഞങ്ങൾ ശാസിക്കയോ. ചെറുതുപാട് ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരു വലിയ ദൈവപ്രവൃത്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് കരങ്ങളെ തട്ടി ആത്മാവി പാടി. യെസ്, ഹല്ലേലൂയ. ജീസസ്. ഓ, കരങ്ങളെ തട്ടി പാടിക്കേ. രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ, ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ, ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട് ആരാധിച്ചിടും. ആമേൻ. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ട്. സാറാഭുകൾ ആരാധിക്കും, സാറാഭുകൾ ആരാധിക്കും പരിശുദ്ധരെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു, സാറാഭുകൾ ആരാധിക്കും പരിശുദ്ധരെ. ഓ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ഓ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ, സാറാഭുകൾ ആരാധിക്കും പരിശുദ്ധരെ. സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ആമേൻ. സാറാഭുകൾ ആരാധിക്കും പരിശുദ്ധരെ. ഓ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കും. ആമേൻ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ, പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ഓ, ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയിങ്കൽ. ആമേൻ. പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ഓ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ഓ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആമേൻ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീരം തീടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, ഓ, മൺകുടമുടയും തീരം തീടും ആരാധനയെങ്കിൽ. ഹല്ലേലൂയ 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 ഗീതം പാടിടാം. ഓ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഓ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഓ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീരം തീടും ആരാധനയെങ്കിൽ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീരം തീടും ആരാധനയെങ്കിൽ. ഓ, ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, പാതകൾ ഒഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ഓ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഓ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ.